പോരേന്നാ കുട്ടികൾ സ്നേഹം കാണേണ്ടത്. കൗമാരത്തൊക്കെ എത്തും 9 വയസ്സാകുമ്പോഴത്തേന് നമ്മളെ കുട്ടികൾ. നമ്മൾ 19 വയസ്സിലും 20 വയസ്സിലും അറിഞ്ഞ കാര്യങ്ങൾ ന്യൂ ജനറേഷൻ മക്കൾ, ആൽഫ ജനറേഷനിലുള്ള ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും വെർച്വൽ യുഗത്തിലുമുള്ള മക്കള് അവർ 7 വയസ്സിലും 8 വയസ്സിലും അറിയുകയാണ്. 5, 6, 7 വയസ്സായ കുട്ടികളാണ് നമ്മൾ 19, 20 അറിഞ്ഞിരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്, സംസാരിക്കുന്നത്, അവരെ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾ വളർന്നു വലുതാവുമ്പോൾ കൗമാരത്തിലേക്ക് എത്തുമ്പോൾ അവർ കാണുന്ന പ്രണയങ്ങൾ എന്താ? നമ്മൾ വീട്ടിനുള്ളിലുള്ള പ്രണയ. പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മനോഹരമായ ഹലാലായ ദിവ്യ പ്രണയമാണ്, സ്നേഹമാണ് കുട്ടികൾ കാണേണ്ടത്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഉസ്താദുമാർ ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിച്ചു കൊടുത്താൽ മാത്രം പോരാ. ടെക്സ്റ്റ് ബുക്കിൽ കണ്ടും കേട്ടും പഠിക്കുന്നതിനേക്കാളും ആഴത്തിലും അർത്ഥത്തിലും അവർക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കും അനുഭവത്തിലൂടെ പഠിക്കുന്നതിന്. അത് വീട്ടിൽ അനുഭവിപ്പിച്ച് കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത്. കുട്ടികൾ കാണുന്ന സ്നേഹം എന്താ? കുട്ടികൾ വായിക്കുന്ന സ്നേഹം എന്താ? ഷേക്സ്പിയറിന്റെ ക്ലിയോപാട്രയും അല്ലെങ്കിൽ സീസറുമായിരിക്കും, അല്ലെ അറബി കഥയിലുള്ള ലൈലയും മജ്നുവുമായിരിക്കും. ഇത്തരത്തിലുള്ള സ്നേഹങ്ങളാണ് കുട്ടികൾ കാണുന്നത്. അല്ലെങ്കിൽ റീൽസിലും ഷോർട്സിലും കാണുന്ന 50% പോലും സത്യമല്ലാത്ത, 50% പോലും യാഥാർത്ഥ്യമല്ലാത്ത പ്രണയ ലീലകളാ കുട്ടികൾ കാണുക. ഇതൊന്നും അല്ല സ്നേഹം എന്ന് പറയുന്നത്. പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതാണ് ദിവ്യ പ്രണയം എന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നമ്മൾ ഓർക്കേണ്ടതുണ്ട്, മക്കളെ വളർത്തുമ്പോൾ ഏറ്റവും പുതിയ സൈക്കോളജി പറയുന്നത്, മോഡേൺ പാരന്റിങ്ങിൽ പറയുന്നത് 2 തരത്തിൽ മക്കളെ വളർത്തുന്നതാണ്. 2 തരത്തിൽ വളർത്തുന്ന മക്കളാണ് ചീത്തയായി പോകുന്നത്, കേടുവന്ന് പോകുന്നത് എന്ന് പറയുമ്പോൾ, ഒന്നാമത്തത് കുട്ടികൾക്ക് ലാളന മാത്രം നൽകുന്ന വീടുകളില്, കുട്ടികൾക്ക് ശാസന ഇല്ലാതെ ലാളന മാത്രം കൊടുക്കുന്ന കുട്ടികള് വളരെ പെട്ടെന്ന് ചീത്തയായി പോവും. രണ്ടാമത്തത് ശാസന മാത്രം കൊടുക്കുന്ന വീടുകളില്, മക്കൾക്ക് ലാളന ഇല്ല, ശാസന മാത്രം കൊടുക്കുന്ന കുട്ടികള്. അതിൽ ഒന്നാമത്തെ കൂട്ടർ ലാളന മാത്രം കൊടുക്കുന്ന കുട്ടികൾ എന്താ വിചാരിക്കുക? ഞങ്ങൾ എന്ത് ചെയ്താലും ഉമ്മയും ഉപ്പയും പുറത്തു തരും, എന്ത് തെറ്റ് ചെയ്താലും ഉമ്മയും ഉപ്പയും പുറത്തു തരുന്നായിരിക്കും അവരുടെ ധാരണ. രണ്ടാമത്തെ കൂട്ടര് ശാസന മാത്രം ഉള്ള വീട്ടിലെ കുട്ടികൾ, ഞങ്ങൾ എന്ത് ചെയ്താലും ഉമ്മാക്കുപ്പാക്കും വലിയ ഒരു കുഴപ്പം ഉണ്ടാവില്ല, എന്ത് ചെയ്താലും ഉമ്മാക്കുപ്പാക്കും ഒരു കുഴപ്പം ഉണ്ടാവില്ല, സ്നേഹം ഉണ്ടെങ്കിലല്ലേ അവർക്ക് സങ്കടവും പ്രയാസമൊക്കെ ഉണ്ടാവുള്ളൂ. ഇതാണ് മക്കൾക്കുള്ളിൽ ഉണ്ടാവുന്ന ചിന്ത. അതിനെന്താ ചെയ്യേണ്ടത്? ഒരിക്കലും ഒരു കുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നതാ. +1 പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി MDMA മുതൽ സിന്തറ്റിക് ആയിട്ടുള്ള ഇപ്പോൾ നാട്ടിൽ അവൈലബിൾ ആയ എല്ലാ നാർക്കോട്ടിക് പ്രോഡക്ട്സ് ഉപയോഗിക്കും. ഈ പ്രൊഡക്ട്സ് എല്ലാം ഉപയോഗിക്കുന്ന കുട്ടി. അങ്ങനെ വീട്ടിൽ ക്ലിനിക്കിൽ വന്ന് കൗൺസിൽ ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞതാണ്, എനിക്ക് എൻ്റെ വീട്ടിൽ ഇതിനൊക്കെ സമ്മതം ഉണ്ടായിരുന്നു, ഇപ്പൊ പെട്ടെന്ന് ഓല് പിടിച്ചിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവാ, ഡി അഡിക്ഷൻ സെന്റർ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുകയെന്ന്. അപ്പൊ സംഭവം 4ാം ക്ലാസ്സിനാണ് ആദ്യമായിട്ട് അവന് സിഗരറ്റ് വലിക്കാൻ തുടങ്ങിയത്. 4ാം ക്ലാസ് പഠിക്കുമ്പോൾ വീടിന്റെ ബാക്കിലെ പാടത്തുനിന്ന് സിഗരറ്റ് വലിക്കണതിൻ്റെ ഇടയിൽ തൊട്ടപ്പുറത്തെ വീട്ടിലെത്താത്ത അത് കണ്ടു. ഈ കുട്ടിയുടെ ഉമ്മാന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, മോന് സിഗരറ്റ് വലിക്കണത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന്. ഉടനെ ആ പെണ്ണ് ഷൗട്ട് ചെയ്തു. ഈ തൊട്ടടുത്ത വീട്ടിലെ ഇത് പറഞ്ഞ സ്ത്രീയെ ചീത്ത വിളിച്ചിട്ട് പറയാണ്, എൻ്റെ കുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യൂല, കള്ളത്തരം പറയരുത്, എൻ്റെ കുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് അതിനെ അടിച്ച് ആക്ഷേപിക്കുകയാണ്. അതോടുകൂടിയിട്ട് കുട്ടി ഇത് കേൾക്കുന്നുണ്ട് ബാക്കിൽ നിന്ന്. കുട്ടിക്ക് അത് വലിയൊരു സപ്പോർട്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്താലും ഒന്നും പറയൂല, ഓനൊന്നും ചെയ്യൂല. അധ്യാപകരെ വിളിച്ചു പറഞ്ഞാൽ അധ്യാപകരെ കുറ്റപ്പെടുത്തും, അധ്യാപകരെ കുറ്റം പറയും, എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യൂല. ഇത് അവന് വലിയൊരു വളമായി മാറി. ഇന്ന് അവന്റെ സ്കൂളിൽ ഏറ്റവും വലിയ ബിസിനസ്സുകാരനാണ്. എന്തിന്റെ? നാർക്കോട്ടിക് പ്രോഡക്ട്സിന്റെ. ഇതായിരുന്നു സംഭവിച്ചത്. ഇവിടെ എന്താ? ലാളന കൂടിപ്പോയതാ. അതുകൊണ്ട് പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക വീണ്ടും പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ പേരും പെരുമാറ്റവും സഹവാസവും നന്നാക്കുക എന്നാണ് പറയുന്നത്. മക്കളുടെ പേരും പെരുമാറ്റവും സഹവാസവും. പേരും പെരുമാറ്റവും സഹവാസവും ഇത് 3 കൊടുക്കുന്നത് ഉമ്മയും ഉപ്പയും തന്നെയാണ്. പേരിടുന്നത് നമ്മളാ, പെരുമാറ്റം പഠിപ്പിക്കുന്നത് ഉമ്മയും ഉപ്പയുമാണ്, സഹവാസം എന്ന് പറയുന്നത് ഉമ്മയോടൊപ്പം ഉപ്പയോടൊപ്പവുമാണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു, നമ്മൾ എങ്ങനെ സഹവസിക്കുന്നു എന്നുള്ളതാണ് മക്കൾ കാണുക.
ഈ ക്യാമറ പോലെ നമ്മളെ കുട്ടികൾ എല്ലാം ഒപ്പിയെടുക്കുകയാണ്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും ഓരോ ചെയ്തികളും കുട്ടികൾ ഒപ്പിയെടുക്കുകയാണ്. ഉമ്മ എന്ത് പറഞ്ഞു, ഉമ്മ എങ്ങനെ പെരുമാറി, ഉപ്പ എങ്ങനെ ഇടപഴകി, ഉപ്പ എങ്ങനെ പെരുമാറി. നമ്മുടെ വാക്കുകളാണ് മക്കളുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങളാണ് മക്കളുടെ പ്രവർത്തനങ്ങൾ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ തിരിച്ചും ചിരിക്കണമെങ്കിൽ, തിരിച്ചും സന്തോഷിക്കണമെങ്കിൽ നല്ല മാതൃക മക്കൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുക. അതിന് ക്വാളിറ്റി ടൈം എന്ന് പറയുന്ന പ്രൈം ടൈം അഥവാ ബ്ലൂം ടൈം എന്ന് പറയുന്ന അരമണിക്കൂർ നിങ്ങളുടെയൊക്കെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇന്ന് മുതൽ ഉണ്ടാവുമാറാവട്ടെ. അരമണിക്കൂർ എത്ര തിരക്കിലാണെങ്കിൽ സൈക്കോളജി പറയാണ് ബ്ലൂം ടൈം എന്നാണ് ആ സമയത്ത് പറയുന്നത്. പുതിയ കാലഘട്ടത്തിൽ ആർക്കും മിണ്ടാനും പറയാനും സമയമില്ല അല്ലെ? ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കുന്നത് ആരോടൊപ്പം? മൊബൈൽ ഫോണിനോടൊപ്പം അല്ലേ? നമ്മളുടെ കൂടെ തന്നെ കൊണ്ടെടുക്കും. രാത്രി കിടന്നുറങ്ങുമ്പോ പിരിയണല്ലോ തമ്പുരാനേ എന്നാലോചിച്ചിട്ട് ആ വേദന സഹിക്കാൻ പറ്റാതെ ആളെ നമ്മൾ തലേണയുടെ താഴെ വെക്കും ഇല്ലേ? ആളെ പിരിയാൻ പറ്റൂല, തലേണയുടെ താഴെ വെക്കും. രാവിലെ പ്രതീക്ഷയോടെ നമ്മൾ എഴുന്നേൽക്കുമ്പോ നമ്മളെ കണ്ണിമകൾ നമ്മൾ തുറക്കുന്ന സമയത്ത് തന്നെ ആരുടെ പൂമുഖം ആദ്യം കാണുക? ഫോണ്. തീർച്ചയായും കണ്ണ് തുറക്കണതിന് മുമ്പ് കൈ തപ്പും തലേണന്റെ താഴെ. വെച്ചാൾ അവിടെ തന്നെ അല്ലേ, മൂത്രമൊഴിക്കാൻ പോയിട്ടില്ലല്ലോ എന്ന് ഇല്ലേ? തപ്പിയെടുത്തിട്ട് ആ പൂമുഖം കണ്ടാ നമ്മൾ എഴുന്നേൽക്കുക. എന്നിട്ടൊന്ന് ഫുള്ളൊന്ന് നോക്കിയതിന് ശേഷം എഴുന്നേൽക്കുള്ളൂ. ഒരു പക്ഷെ പ്രാർത്ഥന ചൊല്ലാൻ പോലും നമ്മൾ മറക്കൂല്ലേ? ആ ഉറക്കത്തിൽ നിന്നും സ്ലീപ്പ് ഈസ് എ മിനിയേച്ചർ ഫോം ഓഫ് ഡെത്ത് എന്നാണ് പറയണത്. മരണത്തിന്റെ ഒരു കുഞ്ഞു ഫോമാണ് ഉറക്കം എന്ന് പറയുന്നത്. അതിൽ നിന്നും തമ്പുരാൻ എനിക്ക് നീ ജീവൻ തന്നല്ലോ എന്ന ഒരു അൽഹംദുലില്ലാ പോലും റബ്ബിനോട് പറയാൻ മറന്നുകൊണ്ട് നമ്മൾ ഫോണിനോട് സംവദിക്കാൻ തുടങ്ങും. ബാത്റൂം പോകുമ്പോൾ ചിലപ്പം കൊണ്ടുപോകില്ല അല്ലേ? ചിലപ്പം കൊണ്ടുപോകില്ല. കൊണ്ടുപോകണവരില്ലേ? ബാത്റൂം പോകുമ്പോൾ ഫോൺ കൊണ്ടുപോകണമില്ലേ? എന്നാ ഞാനൊരു അനുഭവം പറഞ്ഞു തരാം കേട്ടാ. ഒരു അനുഭവം പറയാണ്. ഒരിക്കല് ഒരാളെ, ഹലോ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ലേ? ഞാൻ പറയുന്ന പല കാര്യങ്ങളും പലതരത്തിലുള്ള കോയിൻസിഡൻസും നിങ്ങൾക്ക് ഉണ്ടാവും. അത് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്. എനിക്ക് ജീവനോടെ ഇവിടുന്ന് പോണട്ടാ. 3 മണിക്കൂർ പോണം. 3 കുട്ടികൾ എന്നെ കാത്തിരിക്കുന്നുണ്ട്. ഒരമ്മന്റെ ഉമ്മയാണ് ഞാൻ, ഒരിടത്തേക്ക് പോണം. അപ്പോ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും യാദൃശ്ചികത നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തികച്ചും അതെന്താണ്, എന്റെ കുറ്റല്ല. അപ്പൊ പറഞ്ഞുകൊണ്ട് പറയാം. ബാത്റൂമിൽ കയറി ആര്? കൗൺസിലിങ്ങിന് വന്നതാ ഒരു ഭാര്യയും ഭർത്താവും. അപ്പൊ അത് എന്നെ കൊണ്ട് കൂടണില്ല. ഞാനത് എന്തേ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞയച്ചു. കാരണം എന്താണെന്നറിയോ? മൂപ്പര് ഫോണൊക്കെ എടുത്ത് ബാത്റൂം പോയി. ആര്? പുയ്യാപ്ല. ബാത്റൂമിൽ പോയി മെസ്സേജ്, വാട്സപ്പ് ഒക്കെ തുറന്ന് മെസ്സേജ് ഓരോന്ന് കേൾക്കുകയാണ്. അപ്പോൾ കുറേ വോയിസ് മെസ്സേജസ് വന്നിട്ടുണ്ട്. ഓരോ മെസ്സേജും ഇങ്ങനെ കേൾക്കുകയാണ്. ആദ്യം ഒരു മെസ്സേജ് പ്ലേ ചെയ്യണതിൻ്റെ ഇടയിൽ അത് കട്ടായി. വീണ്ടും പ്ലേ ചെയ്തു, വീണ്ടും കട്ടായി. പക്ഷെ പിന്നെയും പ്ലേ ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കട്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ കട്ടാകണോ, പ്ലേ ചെയ്യണോ, പിന്നെയും കട്ടാകണോ, പ്ലേ ചെയ്യണോ, അങ്ങനെ കഷ്ടപ്പെട്ട ആ വോയിസ് മുഴുവൻ കേട്ട് തീർത്തു. ഒക്കെ കേട്ട് കഴിഞ്ഞ് നേരെ ഫോണിന്റെ മുകളിലേക്ക് നോക്കിയപ്പോണ്ട് എയർപോഡ് ഈസ് കണക്റ്റഡ്. എന്താണ്? എയർപോഡ് ഇല്ലേ, ചെവി കുത്തണ മറ്റേ സാധനം, വയറില്ലാത്ത, മനസ്സിലായോ? അത് കണക്റ്റ് ആയിട്ടുണ്ടല്ലോ. അപ്പൊ ആരേത് കണക്റ്റ് ആക്കി? മൂപ്പര് ഫോൺ ഒറ്റക്ക് എടുത്തുകാണ്ട് ആ ബാത്റൂമിൽ കയറി. എയർപോഡ് എവിടെ ഉണ്ടായിന്? ബെഡില്. എയർപോഡ് ബെഡിൽ മറന്നു വെച്ചിട്ട് മൂപ്പര് ഫോണ് മാത്രം എടുത്ത് എവിടെ കയറി? ബാത്റൂമിൽ കയറി. ഫോണിലാണെങ്കിൽ ബ്ലൂടൂത്ത് ഓണായിരുന്നു. എയർപോഡ് കണക്റ്റ് ആയി. വോയിസ് മുഴുവൻ ആരെ കേട്ടു? 2 ആളും കൂടെ കേട്ടു. ഓരും കൂടെ വോയിസ് ഒക്കെ കേട്ടു. ഇപ്പൊ കേസ് എവിടെ എത്തി? ക്ലിനിക്കിലെത്തി. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. കാരണം ഓള് കേട്ടിട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഓളെ പിടിച്ചു നിർത്തായിരുന്നു. ഇത് മുഴുവൻ ലൈവായിട്ട് ഓള് കേട്ടല്ലോ. അതുകൊണ്ട് ഇപ്പൊ കുടുംബ കോടതിയിൽ എത്തി നിൽക്കുകയാണ് കേസ്. മനസ്സിലായല്ലോ? അപ്പൊ പ്രിയപ്പെട്ടവരെ, ബാത്റൂമിലേക്ക് ഫോണ് കൊണ്ടുപോവാന്ന് പറയണത് പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മൊബൈൽ ഫോണിനെ പറ്റി അല്ല പറഞ്ഞത്. ബാത്റൂം എന്ന് പറയുന്നത് പിശാചിന്റെ ഇടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പിശാചിന്റെ ഇടമാണ്. അവിടെ നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കരുത് എന്ന് 1400 വർഷങ്ങൾക്ക് മുൻപേ ഒരു ശാസ്ത്രത്തിന്റെയും പിൻബലമില്ലാതെ ഹബീബ് കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു വെച്ചു. ഇന്ന് ശാസ്ത്രം ഒരുപാട് മുന്നിലെത്തി. മെഡിക്കൽ സയൻസ് പറയുകയാണ്, ബാത്റൂമിൽ, ക്ലോസറ്റിൽ ഏറ്റവും കൂടുതൽ സമയം ഇരിക്കുന്ന ആളുകൾക്കാണ് പൈൽസ് ഉണ്ടാവുക, ഫിസ്റ്റുല ഉണ്ടാവുക, ഫിഷർ ഉണ്ടാവുക, കോളൻ ക്യാൻസർ വരിക. ലാർജ് ഇൻഡസ്റ്റൈൻ ബന്ധപ്പെട്ടിട്ടുള്ള വൻകുടലുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് 95% പോസിബിലിറ്റി സാഹചര്യം ഉണ്ടാക്കുന്നത് ബാത്റൂമിൽ കൂടുതൽ സമയം ഇരിക്കുന്നവർക്കാണ് അല്ലേ?
അപ്പം ക്യാൻസറും പിന്നെ പൈൽസും ഫിഷറും ഫിസ്റ്റുലും ഉണ്ടാവും മാത്രമല്ല കുടുംബവും തകരുന്നു. ഇപ്പം മനസ്സിലായില്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ബാത്റൂമിലെ പരിപാടി കഴിഞ്ഞാൽ വേഗം പോരുക. ബാത്റൂമിൻ്റെ ഉള്ളിലേക്കും ഈ സാധനം കൊണ്ടുപോകരുത്. ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജസിനെക്കാളും ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളത് ഉപയോഗിക്കുമ്പോൾ പഠിച്ചോനെ എൻ്റെ സമയം ഞാനതിൽ ചെലവഴിക്കുമ്പോൾ എനിക്ക് ഉപകാരപ്പെടണം അല്ലേ? എൻ്റെ നോളജ് പർപ്പസിന്, എൻ്റെ അറിവ് വർദ്ധിപ്പിക്കുവാൻ, അല്ലെങ്കിൽ എൻ്റെ ജോലി ആവശ്യങ്ങൾക്ക്, എൻ്റെ പ്രൊഫഷന്, എൻ്റെ കരിയറിന്, എൻ്റെ ജീവിതത്തിന് എനിക്ക് ഉപകാരപ്പെടുന്ന തരത്തിലേ ഞാനിത് ഉപയോഗിക്കുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ മക്കൾ മൊബൈൽ ഫോൺ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങുമ്പോൾ അല്ലേ, 1-2 റീൽസ് കണ്ടിട്ട് തരാമെന്ന് പറഞ്ഞിട്ടായിരിക്കും വാങ്ങുക. 2 റീൽസ് കണ്ട് നമുക്ക് ആർക്കെങ്കിലും നിർത്താൻ പറ്റലുണ്ടോ? ഇല്ലല്ലേ. 2 റീല് കണ്ടിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങും. പക്ഷെ 200ാമത്തെ റീലിലായിരിക്കും നമ്മൾ തന്നെ അതറിയാം. ഈ റീൽസ് ആയിക്കോട്ടെ, അതുപോലെ ഫ്രീ ഫയർ, പബ്ജി പോലെയുള്ള ഗെയിമുകളുടെ ടോക്സിസിറ്റി നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഏറ്റവും കൂടുതൽ ക്രിമിനൽസ് ഉണ്ടാവുന്നത്, ക്രിമിനൽ മൈൻഡ് ഉണ്ടാവുന്നത് ഈ പബ്ജി, ഫ്രീ ഫയർ പോലുള്ള ഗെയിം കളിക്കുന്ന കുട്ടികൾക്കാ. നിങ്ങൾക്കറിയോ, ആർമിയിലുള്ള പട്ടാളക്കാർക്ക് പല രാജ്യങ്ങളിലും വളരെ ക്രൂവലായിട്ട് തൻ്റെ ശത്രു രാജ്യത്തിലുള്ള ആളുകളെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് ആ രാജ്യങ്ങളിലെ ആർമിയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കൊണ്ട് കുഞ്ഞുനാൾ മുതലേ ഇത്തരം ഗെയിമുകൾ കളിപ്പിക്കും. ഇത്തരം ഗെയിമുകൾ അവർക്ക് കളിക്കാൻ കൊടുക്കും. ഇത് കളിച്ച് അവരുടെ മൈൻഡ് ക്രിമിനൽ മൈൻഡായി മാറുകയാണ്. നമ്മൾ ആലോചിക്കണം, എത്ര കുട്ടികളെന്നൊരു ക്ലിനിക്കിൽ കൊണ്ടുവരാറുള്ളത്. 30 മിനിറ്റ് നമ്മൾ മൊബൈൽ ഫോൺ കാണുമ്പോൾ, മൊബൈൽ ഫോൺ എങ്ങനത്തെ കാണുമ്പോൾ ചിന്തിക്കാൻ സഹായിക്കാത്ത, നമ്മൾ ചിന്താശേഷി വർദ്ധിപ്പിക്കാത്ത തരത്തിലുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള, വിനോദത്തിന് മാത്രമായിട്ടുള്ള അരമണിക്കൂർ നമ്മൾ മൊബൈലിൽ ചെലവഴിക്കുമ്പോൾ തലച്ചോറിലുള്ള 300 ന്യൂറോൺസ് ആണ് ഇനാക്റ്റീവ് ആകുന്നത്. ഇതൊക്കെ മെഡിക്കൽ സയൻസ് തെളിയിക്കുന്നതാണ്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. 300 ന്യൂറോൺസ് ആണ് ഇനാക്റ്റീവ് ആകുന്നത്. ഈ ഇനാക്റ്റീവ് ആയ ന്യൂറോൺസ് പിന്നീട് ആക്റ്റീവ് ആകണമെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് നമ്മൾ വായിച്ചു തീർക്കണം, അല്ലെങ്കിൽ അത്രയും സമയം നമ്മൾ ചിന്തിക്കണം. വേറെ എന്തെങ്കിലും ബുദ്ധി വർദ്ധിപ്പിക്കുന്ന രൂപത്തിലുള്ള ചിന്തകളിലേക്ക് എത്തിയാലേ ആ ന്യൂറോൺസ് പഴയ അവസ്ഥയിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ മക്കൾ ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ്. മാക്സിമം നിങ്ങളുടെ കരിയർ, പ്രൊഫഷൻ അത് സെറ്റാക്കേണ്ട സമയമാണ്. നിങ്ങളുടെ പൊന്നാനി മാത്രമല്ല, ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും കോളേജിലും പഠിച്ചാൽ പോരാ. ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും പോയി വിദ്യ അഭ്യസിക്കേണ്ടതുണ്ട്. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിദ്യ നിങ്ങൾ അഭ്യസിക്കേണ്ടതുണ്ട്. നല്ല ബുദ്ധിയുള്ള മക്കളാണ് നിങ്ങൾ. എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് രാജകുമാരന്മാരും രാജകുമാരികളുമായിട്ടാ. എല്ലാവർക്കും ഒരേ ബുദ്ധിയാണ് പഠിച്ചും കൊടുക്കുക. നമ്മൾ അത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പിന്നീട് നമ്മളത് എത്രത്തോളം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു അതിനനുസരിച്ചാണ് നമ്മൾ ആയിത്തീരുക. അതിന് വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വേണം. വലിയ കിനാവുകൾ കാണണം. മലയോളം ആഗ്രഹിച്ചാലേ കുന്നോളം കിട്ടുള്ളൂ, കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടുള്ളൂ. അതുകൊണ്ട് മലയോളം ആഗ്രഹിക്കുക പ്രിയപ്പെട്ട മക്കളെ. മൊബൈൽ ഫോണിന് അടിമകളായി തീരാതിരിക്കുക. അതൊന്നും കിട്ടാനില്ല. മൊബൈൽ ഫോണിൽ നിന്നും 0% ആണ് നിങ്ങൾക്ക് ഗുണം കിട്ടുള്ളൂ. അതുകൊണ്ട് മൊബൈൽ ഫോണിനോട് നിങ്ങൾ നോ പറയുക, അല്ലെങ്കിൽ അതിൻ്റെ സമയം കുറക്കുക. നിങ്ങൾ തന്നെ ഒരു ലിമിറ്റ് വെക്കുക. അത് ഉമ്മയും മാറ്റിവെക്കും മോനെ എന്ന് പറയേണ്ട അവസ്ഥ വരരുത്. അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ പറയണം. ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് അതൊരു പ്രായം കഴിഞ്ഞിട്ടേ മക്കൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. അത് ഡൗൺലോഡ് ചെയ്ത് അപ്പം തന്നെ അതിൽ ഹായ് വരൂലേ? വരൂല? ഹായ് വരും. അപ്പോൾ പിന്നെ അതിന് ഹലോ എന്ന് പറയേണ്ടി വരും. ഹലോ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് റിപ്ലൈ കൊടുക്കേണ്ടി വരും ഇല്ലേ? ഒരിക്കലും 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, ഒരു മോന് കൗൺസിലിങ്ങിന് വന്ന സമയത്ത് ലേണിംഗ് ഡിസബിലിറ്റിക്കാണ് കൊണ്ടുവന്നേ. സംസാരിച്ച് ഞങ്ങൾ നല്ല കമ്പനിയൊക്കെ ആയപ്പോൾ എന്നോട് പറയാ, ഡോക്ടർ ഞങ്ങൾ ചാറ്റ് ചെയ്യലുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ ചാറ്റ് ചെയ്യലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്നോട് പറയാ, ഇനി നിങ്ങൾ ചാറ്റ് ചെയ്യുമ്പോഴേ സ്നാപ്ചാറ്റിൽ കൂടെ ചാറ്റ് ചെയ്താൽ മതി കേട്ടോ എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താ സ്നാപ്ചാറ്റ്? എന്താ സ്നാപ്ചാറ്റിൽ കൂടെ ചാറ്റ് ചെയ്താൽ ആർക്കും അത് റിക്കവർ ചെയ്യാൻ പറ്റില്ല ഡോക്ടർ, എങ്കിലും ഡിലീറ്റ് ചെയ്താലും ആർക്കും അത് കിട്ടൂല എന്ന്. ഇങ്ങനെ എന്തിനാ ഡിലീറ്റ് ചെയ്യണേ? അല്ല, നമ്മൾ ചിലപ്പോൾ ചാറ്റ് ചെയ്യണം, നമുക്ക് ഡിലീറ്റ് ഒക്കെ ചെയ്യേണ്ടി വരൂലേ? ഉമ്മിപ്പം കാണാൻ പറ്റാത്ത ചാറ്റൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ നിങ്ങൾ സ്നാപ്ചാറ്റ് കൂടെ ചെയ്താൽ മതി. 7ാം ക്ലാസ് പഠിക്കുന്ന മോനാ പറയണേ അല്ലേ? നിങ്ങൾ ആലോചിക്കണം, 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് കൂൾ എന്താന്ന് ആദ്യമായിട്ട് എനിക്ക് പഠിപ്പിച്ചു തന്നത്. കുറേ കൊല്ലം മുമ്പെയാ. 4ാം ക്ലാസ് പഠിക്കുന്ന മോന് അവന് പോക്കറ്റിൽ നിന്ന് ഒരു സാധനം എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നു. ഒരു വെള്ള കളറിലുള്ള ഒരു കുഞ്ഞു പാക്കറ്റ്, ഒരു കുഞ്ഞു തലയണ പോലെയുള്ള ഒരു സാധനം. ഇതെന്താ മിഠായി എന്ന് വിചാരിച്ചു ഞാൻ. എൻ്റെ കയ്യിൽ തന്നപ്പോൾ ഞാനിങ്ങ് നോക്കിയപ്പോൾ അവൻ പറയുന്നത് എന്താണെന്ന് അറിയില്ലേ എന്ന്.
ഇല്ല കുഞ്ഞെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറയാം, അയ്യേ നിങ്ങൾ എന്ത് ഡോക്ടറാ, ഇത് കൂളല്ലേ ഡോക്ടറെ, ചുണ്ടിന്റെ താഴെ വെച്ചു നിങ്ങൾ സ്വർഗം കാണുമെന്ന്. അപ്പൊ കൂളാത്രേ, ചുണ്ടിന്റെ അടിയിൽ വെക്കുന്ന ഹാൻസിന്റെ ഏതോ ഒരു പുതിയ ന്യൂലി ഇൻവെന്റഡ് വേർഷൻ ആണെന്നൊക്കെ പറഞ്ഞു. നമ്മൾ ആലോചിക്കണം, നമ്മളെ കുട്ടികളെ ജീവിതം വിജയം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ ദൂരെയൊക്കെ പോകണം, ഏത് രാജ്യത്തിലും ഏത് മുക്കിലും മൂലയിലും പോയിട്ട് അവർ വിദ്യ അഭ്യസിക്കട്ടെ. പ്രവാചകൻ പറയുന്നുണ്ട്, നിങ്ങൾ ചൈനയിലും പോയി വിദ്യ അഭ്യസിക്കണമെന്ന്. അത് ആണിനോടോ പെണ്ണിനോടോ മാത്രമല്ല പറയണത്, രണ്ടുപേരോടും കൂടിയാ പറയണേ. ആണിനും പെണ്ണിനും ഒക്കെ വിദ്യ അഭ്യസിക്കാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിമിഷ കവിയായിരുന്നു, പ്രഗത്ഭയായ ഒരു എഴുത്തുകാരിയായിരുന്നു, പ്രാസംഗികയായിരുന്നു. എന്തെല്ലാം കഴിവുകൾ അവർക്ക് ഉണ്ടായിരുന്നു എന്നറിയോ? പ്രവാചകൻ നൽകിയ ചിറകാണത്. പ്രവാചകൻ ശക്തിപ്പെടുത്തിയ ചിറകിന്റെ സഹായത്തോട് കൂടിയിട്ട് അവർ മാനമുട്ടെ പറന്നത്. അതുകൊണ്ട് ആൺപെൺ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നമുക്ക് നമ്മുടേതായ ഒരു ആദർശമുണ്ട്, നമ്മൾ പഠിച്ചു വന്ന ഒരു ആദർശമുണ്ട് പ്രിയപ്പെട്ടവരെ. വി ഹാവ് അവർ ഓൺ ഇൻഡിവിജ്വാലിറ്റി. ആ ഇൻഡിവിജ്വാലിറ്റിയിൽ നിന്നും, ആ പേഴ്സണാലിറ്റിയിൽ നിന്നും, ആ ആദർശത്തിൽ നിന്നും ഒരു തരിമ്പ് പോലും പിറകിലേക്ക് വരാതെ ഭൂമിയുടെ ഏത് മൂലയിൽ പോയി നമുക്ക് പഠിക്കാം, ജോലി ചെയ്യാം. ചുറ്റുമുള്ളവർ എന്തും ചെയ്തോട്ടെ, ചുറ്റുമുള്ളവർ എങ്ങനെയും ജീവിച്ചോട്ടെ, ചുറ്റുമുള്ളവർ എങ്ങനെയും വസ്ത്രം ധരിച്ചോട്ടെ, ചുറ്റുമുള്ളവർ ഏത് ശീലങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നോട്ടെ. പക്ഷെ എനിക്ക് എൻ്റെ ആദർശമുണ്ട്. എനിക്ക് ഇന്നത് ഹലാലാണ് ഹറാമാണെന്ന് എൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹറാമിലൂടെയുള്ള ഒരു ആനന്ദവും എനിക്ക് വേണ്ട, ഹറാമിലൂടെയുള്ള ഒരു എൻജോയ്മെന്റ്സ് എനിക്ക് വേണ്ട എന്ന് ആണയിട്ട് നമ്മൾ തീരുമാനം എടുക്കണം. ചുറ്റുമുള്ളവരെടുത്തിട്ട് കാര്യമില്ല, ഉമ്മയൊപ്പം എടുത്തിട്ട് കാര്യമില്ല, ഉസ്താദന്മാരെടുത്തിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മക്കളാണ് ആ തീരുമാനം എടുക്കേണ്ടത്. എല്ലാവരും സെറ്റായിക്കോട്ടെ, ഞാൻ സെറ്റാവൂല അല്ലേ? 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോള് ക്ലിനിക്കിൽ വന്ന് പരാതി പറഞ്ഞതാ, ഡോക്ടറെ ക്ലാസ്സിൽ 38 കുട്ടികളാണുള്ളത്, 37 ആളും സെറ്റായിക്കണം, ഞാൻ മാത്രം സെറ്റായിട്ടില്ല, എനിക്ക് മാത്രം ലൈനില്ലാന്ന്. മനസ്സിലായില്ലേ സെറ്റാവാന്ന് വെച്ചാല്? ഓക്കെ, ലൈൻ ഇല്ലാത്തതിന്റെ സങ്കടമാണ്, ഓക്ക് വിഷമാണ്, പ്രയാസാണ്. അപ്പൊ എല്ലാവരും ലൈൻ അടിച്ച് നടക്കണോ? അല്ലെ? ലൈന് പൊന്നാനി ലൈന് തന്നെയല്ലേ പറയാ റബ്ബേ, അല്ലേ? ഹൈ, എന്തെങ്കിലൊന്നും മിണ്ടാത്തേ? ഈ മടിയാണ് പ്രശ്നങ്ങൾ വിചാരിച്ചു നമ്മള് കുട്ടിയൊക്കെ ഇതൊന്നും അറിയില്ലാന്ന്. നമ്മൾ 18ലും 19ലും അറിയണത് നമ്മള് കുട്ടികൾ 5ലും 6ലും അറിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതിനാണ് നേരത്തെ പറഞ്ഞ ക്വാളിറ്റി ടൈം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞത്. ആ അരമണിക്കൂർ അതിനുള്ളതാ. ഉമ്മയും ഉപ്പയും വല്യമ്മയും വല്ലിപ്പയും മക്കളും പേരക്കുട്ടികളും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യണം, എല്ലാം ചർച്ച ചെയ്യണം, എല്ലാത്തിനെ കുറിച്ചും സംസാരിക്കണം. അപ്പോഴേ മക്കളുടെ ചിന്ത എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. മനസ്സിലാവുമ്പോഴേ അത് തിരുത്തി കൊടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ കുട്ടി ലെസ്ബിയനിസത്തിലേക്ക് പോകുന്നുണ്ട്, എൻ്റെ കുട്ടി ഗേയിസത്തിലേക്ക് പോകുന്നുണ്ട്, എൻ്റെ കുട്ടി ഹോമോസെക്ഷുവാലിറ്റിയിലേക്ക് പോകുന്നുണ്ട്, എൻ്റെ കുട്ടി ബൈസെക്ഷുവാലിറ്റിയിലേക്ക് പോകുന്നുണ്ട്, എൻ്റെ കുട്ടിയുടെ തിയറി ലിബറലിസം ആണ്, എൻ്റെ കുട്ടിയുടെ തിയറി വിബ്ജിയോറാണ്, എൻ്റെ കുട്ടിയുടെ തിയറി റെയിൻബോ ആണ്, എൻ്റെ കുട്ടിയുടെ തിയറി സിഗ്മയാണ്, എൻ്റെ കുട്ടിയുടെ തിയറി ലിവിങ് ടുഗദർ ആണ്, അല്ലെങ്കിൽ ഡേറ്റിംഗ് ആണ്. ഈ പറഞ്ഞ വല്ലതും നിങ്ങൾ കേട്ടുകണാ? ഒന്നും കേട്ടിട്ടില്ലേ? കേട്ടുകണാ? ചിലരൊക്കെ ചിലതൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ കേൾക്കുക മാത്രമല്ല പ്രിയപ്പെട്ടവരെ, പഠിക്കുക കൂടി വേണം. ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള കുറെ കുട്ടികൾ ഇവിടെ ഉണ്ട്, അവരോട് ചോദിച്ചു നോക്കുക, അവരിതൊക്കെ എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും നമുക്ക്. മക്കളെല്ലാം അത് കേട്ടിട്ടില്ലേ? ഇല്ലേ? കുട്ടികൾക്കൊക്കെ ഇതിനെ കുറിച്ച് അറിയാം. കാരണം എന്താ? അവരുടെ തിയറി ഇതൊക്കെയാണ്. അവർ കേൾക്കുന്നതും കാണുന്നതും അനുഭവിക്കാൻ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെയാ. അതുകൊണ്ട് ഉമ്മയും ഉപ്പയും ആദ്യം അതിനെ കുറിച്ച് മനസ്സിലാക്കണം. നമ്മൾ പൊട്ടക്കിണറിലെ തവളേനെ പോലെ ആവുകയല്ല വേണ്ടത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിൽ ഇത്തരത്തിലുള്ള വളരെ പുതിയ പുതിയ നോളജുകൾ, അറിവുകൾ അപ്ഡേറ്റ് ചെയ്യുവാനാണ്, നോളജ് അപ്ഗ്രേഡ് ചെയ്യുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പുതിയ കാലഘട്ടത്തിൻ്റെ പുതിയ നിയോ ലിബറലിസത്തിൻ്റെ അതിടോക്സിസിറ്റി നിറഞ്ഞ വിഷം വമിക്കുന്ന ചിന്താഗതികളിലേക്ക് നമ്മളെയും നമ്മളുടെ കുടുംബത്തെയും നാം പറഞ്ഞയക്കാതിരിക്കുക. നാം പഠിച്ചു വന്ന ആദർശം അതേ അർത്ഥത്തിലും ആഴത്തിലും ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും എത്തിക്കഴിഞ്ഞാലും ആ ആദർശത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ പട്ടം പോലെയാണ്, ആ പട്ടത്തെ ആകാശം മുട്ടെ പറക്കാൻ അനുവദിക്കുക. പക്ഷേ ആ നൂലിൻ്റെ ഒരറ്റം മക്കളുടെ, ആ നൂലിൻ്റെ ഒരറ്റം മാതാപിതാക്കളുടെ കൈകളിൽ ഭദ്രമാക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ നല്ല മാതൃക കാണിച്ചു കൊടുത്ത് ഖുർറത്തായിൻ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. കൺകുളിർമയാണ്. എന്നെയും എൻ്റെ ഇണയെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും എനിക്ക് കൺകുളിർമയേക്ക് ആക്കി
തീർക്കണമേ എന്നാണ് നാം ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്നത്. സമ്പത്തും സന്താനങ്ങളും നമുക്ക് അലങ്കാരമാണ്. അത് അലങ്കോലമല്ലാതെ അലങ്കാരം തന്നെയായി നിലനിർത്തുവാൻ സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളുടെ ഈ കൂടിച്ചേരൽ, നിങ്ങളുടെ ഈ ഒത്തൊരുമ, ഈ സന്തോഷം, സമാധാനം അല്ലാഹു ഇനിയും ഇനിയും വർദ്ധിപ്പിക്കുമാറാവട്ടെ. നിങ്ങൾക്കുള്ളിലുള്ള ഈ ചേർച്ച, ഈ സ്നേഹബന്ധം ഒരംശം പോലും പിറകിലേക്ക് വരാതെ വീണ്ടും വീണ്ടും തളിർത്ത് അത് കായും പൂവുമായി സുഗന്ധം പരത്തുന്ന രൂപത്തിലേക്ക് ഇനിയും എത്തിച്ചേരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാഹിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.